ഇന്ന് പഞ്ചമിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരാഹി ദേവിയുണ്ട്. ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വരാഹി ദേവിയെ ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നവരാത്രി കാലത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന അവരുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് വീട്ടിൽ ദേവിയെ വെച്ച് ആരാധിക്കുകയാണ്. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ പൂജാവിധികളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചമി ആയതുകൊണ്ട് തന്നെ ഞാൻ ദേവിക്ക് 5 ഇതളുള്ള താമര വിളക്കാണ് ഇവിടെ ദേവിക്ക് കൊളുത്തിയിരിക്കുന്നത്. 5 വിളക്കാണ് വെക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ 5 ഇതളുള്ള താമരപ്പൂവിൻ്റെ ഇതിലുള്ള വിളക്കാണ് കൊളുത്തിയിരിക്കുന്നത്. അപ്പം സ്ഥലത്തിൻ്റെ ഇതുള്ളത് കൊണ്ട്, അപ്പോൾ പരിമിതികളുള്ളത് കൊണ്ട്, പിന്നെ കിണ്ടിയിൽ വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചൊന്നും പാചകം ചെയ്ത് ആ ശുദ്ധി കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധനവും വെച്ചിട്ടില്ല. സാധാ നമ്മളെല്ലാ ദേവിയും പൂജിക്കുന്നത് പോലെ തന്നെ ആദിപരാശക്തിയാണ് ദേവി. അതുപോലെ തന്നെ സപ്തമാതാക്കളിൽ 5ാമത്തെ ദേവിയാണ് ദേവി വാരാഹി എന്നും പറയപ്പെടുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ഭൂവരാഹ ക്ഷേത്രം വരാഹം ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ വാരാഹി ദേവി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പോയിട്ടുണ്ട്. ഇതിനു മുമ്പേ ഷോർട്സിലൊക്കെ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ചുമന്ന കളറിലുള്ള പൂക്കളാണ് ദേവിക്ക് ഇഷ്ടം. ചുമന്ന കളറിലുള്ള ഉടയാടയാണ് ദേവിക്ക് ഞാൻ അണിയിച്ചിട്ടുള്ളത്. ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ദുർഗാ ഭഗവതി, അതുപോലെ തന്നെ ദേവി അന്നപൂർണേശ്വരി, ഗോൾഡൻ കളറിലുള്ള ഒരു ചെറിയ ദേവിയാണ്. ഞാനിവിടെ ഈ വീഡിയോയിൽ ദേവിയെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ദേവിയെ നമുക്ക് കാണാം. ദാ ഇവിടെ ഗോൾഡൻ കളറിലിരിക്കുന്ന അന്നപൂർണേശ്വരി. മധുര മീനാക്ഷിയിൽ പോയപ്പോൾ ധനലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി 2 പേരുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കണ്ണാടി ഞാൻ എല്ലാ പൂജകൾക്കും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ചുമന്ന കളറിലെ പൂക്കളാണ് ദേവിക്ക് ഇഷ്ടം. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് ഇതാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇന്ന് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവി വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അടിയുറച്ച് വിശ്വാസത്തോടു കൂടി വിളിക്കുകയാണെങ്കിൽ അമ്മ വിളിപ്പുറത്തെത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഭൂമി ദേവി കൂടി ഇരിക്കുന്ന വരാഹ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ ഭൂമി സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ദേവിയെ കാണാൻ അവിടെ പോയി ദർശനമെടുത്തിരുന്നു. വേറെ ഒരു നേർച്ചയും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരേ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ പോയപ്പോൾ തന്നെ എനിക്ക് ആ ഭൂമിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി. ബാക്കി നമ്മുടെ പരിശ്രമവും ആവശ്യമാണ്. ഞാനെന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിൻ്റെ പുറകിലും ഒരു നന്മയുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ നിറഞ്ഞ ഭക്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയും എപ്പോഴും നമ്മൾ കൈമുതലായി സൂക്ഷിച്ചിരിക്കണം. വാരാഹി ദേവി എന്ന് പറയുന്നത് ദുഷ്ടരെ നിഗ്രഹിക്കുന്ന ദേവി കൂടിയാണ്. അതായത് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ദേവി കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്.